നമസ്കാരം. വിജിലൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കേരളത്തിന്റെ മുൻ DGP ശ്രീ ജേക്കബ് തോമസ് IPS. സാർ നമസ്കാരം. നമ്മൾ എല്ലാ ആഴ്ചയും ഓരോരോ വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്യാറുണ്ട്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ടാണ്. എന്തൊക്കെയാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കർത്തവ്യങ്ങൾ, അല്ലെ അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? റവന്യൂ വകുപ്പ് കേരളത്തിലെ സുപ്രധാന വകുപ്പുകളിൽ ഒന്നാണ്. കാരണം ഓരോ ജില്ലകളിലും ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥൻ, കളക്ടർ എന്ന പേരിൽ ഈ റവന്യൂ വകുപ്പിൽ ഉണ്ട്. പിന്നെ കേരളത്തിൻ്റെ മൊത്തം ഭൂമി എന്ന് പറയുന്നത് റവന്യൂ വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ ആണ്. അപ്പോൾ കേരളം മൊത്തം റവന്യൂ വകുപ്പിൻ്റെ കയ്യിലാണ്, അവരുടെ നിയന്ത്രണത്തിലാണ് എന്ന് വേണമെങ്കിലും പറയാം. 3 കേസുകൾ ഞാൻ അന്വേഷിച്ചത്, അല്ലെങ്കിൽ ഞാൻ വിജിലൻസ് ഉള്ളപ്പോൾ എനിക്കറിയാവുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിൻ്റെ പണികൾ പറയാം. ഒന്നാമത്തെ ഒരു കേസ് പാറ്റൂർ കേസ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു പുറമ്പോക്ക് ഭൂമി കയ്യേറി അവിടെ വലിയൊരു മോളും ഒക്കെ പണിത, ഫ്ലാറ്റൊക്കെ പണിതതിൻ്റെ ഒരു കേസാണ്. ഒരു വലിയ ബിൽഡറാണ്. അന്ന് UDF സർക്കാരിൻ്റെ കാലത്താണെന്ന് ഞാൻ വിജിലൻസിൽ ADGP ആണ്. ലോകായുക്ത ഉത്തരവ് അനുസരിച്ചാണ് ആ അന്വേഷണം നടത്തിയത്. അപ്പോൾ ഈ ഭൂമി ഫ്ലാറ്റുകൾക്ക് അല്ലെ അവർ കയ്യേറുക, പുറമ്പോക്ക് കയ്യേറുക, അത് നിയന്ത്രിക്കുക, സർക്കാരിൻ്റെ ഈ സ്ഥലം, അതുപോലെ സർക്കാരിൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ സർക്കാരിൽ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് റവന്യൂ വകുപ്പിൻ്റെ ഒരു പണി, അല്ലെ കടമ എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും അവർ വീഴ്ച വരുത്തുന്നു എന്നുള്ളത് വേറൊരു കാര്യം. രണ്ടാമത്, എറണാകുളത്ത് ആസ്റ്റർ മെഡിസിറ്റി എന്ന് പറയുന്ന വലിയൊരു ആശുപത്രിയുണ്ട്. ആ ആശുപത്രിയെ ബന്ധപ്പെട്ട് അവരവിടെ നിലം നികത്തി പെരിയാറിൻ്റെ ഭൂമിയൊക്കെ കയ്യേറി ആണ് അത് പണിതത് എന്ന് പറഞ്ഞിട്ട് ആശയം വന്നപ്പോൾ അന്ന് വിജിലൻസിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത ശേഷം ഇത് കയ്യേറിയോ ഇല്ലയോ, പെരിയാർ കയ്യേറിയോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഇത് സർവേ നടത്തണമല്ലോ. അപ്പോൾ അന്ന് സർവേ വകുപ്പിലെ ഈ സർവേയേഴ്സിനെ വെച്ചിട്ട് 2-3-4 സീനിയേഴ്സിനെയും ടീമിനെയൊക്കെ പലയിടത്തു നിന്ന് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് അത് ഈ പെരിയാർ കയ്യേറിയിട്ടുണ്ടോ ഈ ആസ്റ്റർ മെഡിസിറ്റി എന്നുള്ളത് അന്വേഷിച്ചത്. അപ്പോൾ അത് കയ്യേറിയിട്ടുണ്ട്, പെരിയാർ കയ്യേറിയിട്ടാണ് അത് പണിതിരിക്കുന്നത് എന്നുള്ളത് അന്ന് മനസ്സിലായി. അപ്പോൾ ഈ സർവേ നടത്തുക എന്നുള്ളതും ഈ റവന്യൂ വകുപ്പിൻ്റെ, സർവേ വകുപ്പ് എന്നാണ് പറയുക, സർവേയേഴ്സ്, താലൂക്ക് സർവേയർ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് റവന്യൂ വകുപ്പിൻ്റെ ഒരു പണിയാണ്. ഇനി മൂന്നാമത്തെ ഒരു പണിയാണ് ഈ നമ്മുടെ ഭൂമിയുടെ രജിസ്ട്രേഷൻ, പട്ടയം നൽകൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. രവീന്ദ്രൻ പട്ടയം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഭൂമി രജിസ്ട്രേഷന് അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാങ്ങിക്കുക, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതും റവന്യൂ വകുപ്പിൻ്റെ പണിയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഭൂമി, സർക്കാരിൻ്റെ ഭൂമി അത് സംരക്ഷിക്കുക. അപ്പോൾ അത് ഇനി വേറെ എവിടെയെങ്കിലും സ്ഥലം സർക്കാരിന് ഏറ്റെടുക്കണമെങ്കിൽ, സ്ഥലം ഏറ്റെടുക്കുക എന്നൊക്കെ പറയത്തില്ല പദ്ധതികൾക്ക് വേണ്ടി, അത് നടപ്പാക്കുക. അപ്പോൾ അത് സർക്കാരിലേക്കായി. അപ്പോൾ സർക്കാരിൻ്റെ ഭൂമികൾ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ ഉള്ളത് എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സംരക്ഷിക്കുക. 2, സർവേ നടത്തി എല്ലാത്തിൻ്റെയും അതിരൊക്കെ കൃത്യമായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. 3, സ്ഥലം ഒരാൾ വേറെ ആൾക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ, സ്റ്റാമ്പ് ഡ്യൂട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് പൊതുവായിട്ട് റവന്യൂ വകുപ്പിൻ്റെ പണികൾ. എന്തൊക്കെയാണ് വില്ലേജ് ഓഫീസിന്റെ കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്? വില്ലേജ് ഓഫീസ് ഓരോ വില്ലേജിൻ്റെയും ഭൂമിയുടെ കണക്കും കാര്യങ്ങളും, അതുപോലെ ആ സ്ഥലം ആരുടെയൊക്കെ പേരിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുന്ന ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഉള്ള ഒരു പഴയ ഓഫീസാണ്. ആ ഓഫീസിൽ ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലെയാണ് ഭരണം നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ ഈ റവന്യൂ വകുപ്പിൻ്റെ ദുരവസ്ഥയ്ക്കൊരു കാരണം. അവിടെ വില്ലേജ് ഓഫീസറുണ്ട്, വില്ലേജ് അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞ കക്ഷി ഉണ്ടാവും, പിന്നെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്ഥലത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാവിധ രേഖകളും ഈ വില്ലേജ് ഓഫീസിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ആ സ്ഥലം ആരുടെ പേരിലാണ്, BTR എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അതുപോലെ ടാക്സ് രജിസ്റ്റേഴ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം പോക്ക് വരവ് നടത്തണമെങ്കിൽ, ഒരു സ്ഥലം എൻ്റെ പേരിലാക്കണമെങ്കിൽ മ്യൂട്ടേഷൻ എന്ന് പറയും, അപ്പോൾ അത് മ്യൂട്ടേഷൻ രജിസ്റ്റർ. അപ്പോൾ വില്ലേജ് ഓഫീസിൻ്റെ പണി എന്ന് പറയുന്നത് ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ സ്ഥലത്തിൻ്റെ തരംതിരിവ്, അതിൻ്റെ മ്യൂട്ടേഷൻ നടത്തി കൊടുക്കുക, അവർക്ക് നികുതി അടയ്ച്ച ശേഷം നികുതി അടച്ചതിൻ്റെ രസീത് കൊടുക്കുക, നികുതി പിരിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ നികുതി പിരിക്കുക എന്നുണ്ട്, ലാൻഡ് ടാക്സ് പിരിക്കുക. അപ്പോൾ അങ്ങനെ ഉള്ള കുറേയധികം കാര്യങ്ങളാണ് പഴയ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തുടരുന്നത്. ഇനി അടുത്ത കാലത്ത് ഈ വില്ലേജ് ഓഫീസിൽ നിന്നാണ് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അസസ്മെൻറ്റിന് പോവുക, ദുരന്ത നിവാരണം അല്ലെങ്കിൽ ദുരിതാശ്വാസം, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ്.
ഇനി വീണ്ടുമുള്ളത് പല വികസന പദ്ധതികൾ, പരിപാടികൾ അതൊക്കെ വരുമ്പോഴത്തേക്കും അതിലും ഈ റവന്യൂ വകുപ്പ് ഒരു ഘടകമായിരിക്കും പല വകുപ്പുകളിലും. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികളുടെ നടത്തിപ്പിനും ഈ റവന്യൂ വകുപ്പ്, വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ് ലെവലിൽ അവർ ഇൻവോൾവ് ആണ്. അപ്പോൾ വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ ജോലികൾ, ഭൂമി സംബന്ധമായ ജോലികളുണ്ട്. പിന്നെ ദുരിതാശ്വാസം, അങ്ങനത്തെ കാര്യങ്ങൾക്ക് അവർക്ക് ജോലിയുണ്ട്. പിന്നെ പദ്ധതി നടത്തിപ്പ് അവർക്ക് ജോലിയുണ്ട്. സ്ഥലം ഏറ്റെടുപ്പ് വരുമ്പോഴത്തേനും അവർക്ക് ജോലിയുണ്ട്. പിന്നെ അവിടെ ഏതെങ്കിലും ഒരു പരിപാടി റവന്യൂ വകുപ്പിന് നടക്കുകയോ അല്ലെങ്കിൽ ഒരു VIP വിസിറ്റ് നടക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ റവന്യൂ വകുപ്പിന് പണികൾ വരുന്നുണ്ട്. റവന്യൂ വകുപ്പ് അഴിമതിയിൽ 2ാം സ്ഥാനത്താണെന്ന് 2027 വിജിലൻസ് കണ്ടെത്തിയിരുന്നു. എന്തൊക്കെ കാരണങ്ങളാണ് ഈ അഴിമതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഈ 2017 കേരള ആന്റി കറപ്ഷൻ ഇൻഡെക്സ് എന്ന പേരിൽ വിജിലൻസ്, ഞാനെന്ന ഡയറക്ടർ ആയിരുന്നപ്പോൾ നടപ്പാക്കിയ ഒരു വിജിലൻസിനെ ഓരോ വകുപ്പിലും അഴിമതി അളക്കുന്ന ഒരു അളവ് പോലായിരുന്നു കേരള ആന്റി കറപ്ഷൻ ഇൻഡെക്സ്. അന്ന് റവന്യൂ വകുപ്പായിരുന്നു 2ാം സ്ഥാനത്ത് വന്നിരുന്നത്. അന്ന് 2ാം സ്ഥാനത്ത് വന്നതിൻ്റെ കാരണങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ സ്ഥലം ഏറ്റെടുപ്പിലുള്ള ഇതിൽ എന്തെങ്കിലും ഒരു പദ്ധതിക്ക് അലൈൻമെൻറ്റ് റോഡിൻ്റെയോ അല്ലെങ്കിൽ ഒക്കെ അപ്പോൾ ഒരു കുറച്ച് വളച്ചൊക്കെ ഒരാളുടെ ചില ലാൻഡ് സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് കൈക്കൂലി വാങ്ങിക്കുക, അതുപോലെ മനുഷ്യരെ ഇങ്ങനെ വട്ടം ചുറ്റിക്കുക, ഈ പുറമ്പോക്ക് സ്ഥലങ്ങൾ ഏതെങ്കിലും ഫ്ലാറ്റ് പണിയുന്നവർ കയ്യേറി കഴിഞ്ഞാൽ അതിന് കണ്ണടയ്ക്കുക, അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുക, അപ്പോൾ പൈസ കിട്ടും. രജിസ്ട്രേഷൻ വകുപ്പ് അറിയാമല്ലോ, അതിൽ ഈ വില കുറച്ച് കാണിച്ചിട്ട് കുറച്ച് പൈസ അവരുടെ കയ്യിലാക്കുക. അപ്പോൾ അങ്ങനെ സർക്കാരിന് നഷ്ടം ഉണ്ടാവും, പക്ഷേ അപ്പോൾ അത് അവർക്ക് ലാഭം ഉണ്ടാവും. പിന്നെ പട്ടയം ദാനം ചെയ്യുക, രവീന്ദ്രൻ പട്ടയമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ മൂന്നാറിൽ. അപ്പോൾ അതൊക്കെ പട്ടയം ദാനം ചെയ്യുക, കൊടുക്കുക, ആവശ്യമില്ലാത്തവർക്കൊക്കെ, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാത്തവർക്ക് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അഴിമതികൾക്ക് കുറേയധികം ടച്ച് പോയിന്റ്സ് ഉള്ള. പിന്നെ ദുരിതാശ്വാസത്തിൻ്റെ അറിയാമല്ലോ, ദുരിതാശ്വാസത്തിന് എത്ര കൊടുക്കണമെന്നുള്ള അസസ്മെൻറ്റ് ഇവരാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒരു കൃഷിക്കാരുടെ സ്ഥലത്ത് വെള്ളം കയറി കൃഷി നശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി എത്ര നശിച്ചു, എത്ര രൂപ കൊടുക്കണം എന്നൊക്കെയുള്ള തീരുമാനം ഇവരെടുക്കുന്നതുകൊണ്ട് അതിലൊക്കെ കൂടുതൽ തുക എഴുതി വെക്കണമെങ്കിൽ ഇവർക്കും കൂടെ അതിൻ്റെ ഷെയർ ചെയ്യുന്നാലേ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വിവിധങ്ങളായ കറപ്ഷൻ ടച്ച് പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ വിജിലൻസിൽ നടപ്പാക്കിയിരുന്നത്. അത് ഓരോ വകുപ്പിലും എന്തൊക്കെയാണ് ഈ കറപ്ഷന് നടത്താൻ സാധ്യതയുള്ള അവസരങ്ങളുള്ള കാര്യങ്ങളെന്നുള്ളത്. അപ്പോൾ റവന്യൂ വകുപ്പിൽ കുറേയധികം ഇങ്ങനത്തെ കറപ്ഷൻ ടച്ച് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആൻറ്റി കറപ്ഷൻ ഇൻഡെക്സിൽ റവന്യൂ വകുപ്പ് 2ാമത് വന്ന് 2016-17 കാലഘട്ടത്തിലാണ് ആ സർവേ നടത്തിയിരുന്നത്. പക്ഷേ 2023 ആയപ്പോഴത്തേക്കും റവന്യൂ വകുപ്പ് 1ാം സ്ഥാനത്തായി എന്ന് ഈ ഹിന്ദു പത്രം ഒരു RTI ചോദിച്ചു, വിജിലൻസ് ചോദിച്ചപ്പോഴത്തേക്കും 2017 മുതൽ 2022 വരെയുള്ള 5 വർഷ കാലഘട്ടത്തിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്തത് വകുപ്പ് തിരിച്ച് ചോദിച്ചപ്പോൾ റവന്യൂ വകുപ്പാണ് 1ാം സ്ഥാനത്ത് എന്ന് ഇപ്പോൾ അടുത്ത കാലത്ത് ആയിട്ടുണ്ട്. റവന്യൂ ഇപ്പോൾ 2അല്ല 1ാം സ്ഥാനത്താണ്. അപ്പോൾ 2ാം സ്ഥാനത്തേക്ക് ഈ പറഞ്ഞ അന്നൊന്നായിരുന്ന LSTD നഗരകാര്യ പഞ്ചായത്ത് വകുപ്പ് 2ാം സ്ഥാനത്തേക്ക് വന്നു, പോലീസ് 3ാം സ്ഥാനം, ആരോഗ്യ വകുപ്പ് 4ാം സ്ഥാനം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു റാങ്കിങ് അഴിമതിയുടെ കാര്യത്തിൽ കേരളത്തിൽ. അപ്പോൾ റവന്യൂ വകുപ്പ് ഈ 1ാം സ്ഥാനത്താകാൻ കാര്യം 2017 മുതൽ 2022 വരെ വിജിലൻസ് അറസ്റ്റ് ചെയ്ത 151 പേരിൽ 42 പേരും റവന്യൂ വകുപ്പ് എന്ന് പറഞ്ഞ ഒറ്റ വകുപ്പ് ഇതാണ്. അതിൻ്റെ അടുത്ത ഈ നഗരകാര്യ വകുപ്പിൽ 25 പേരോ, അത് കഴിഞ്ഞ് മറ്റേ പഞ്ചായത്ത് വകുപ്പിൽ 16 പേരോ 15 പേരോ, അങ്ങനെ അത് കഴിഞ്ഞ് പോലീസ് 15, അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ ഏറ്റവും അധികം അറസ്റ്റ് നടത്തുന്ന വകുപ്പ് ഇതാണെങ്കിൽ അത് അഴിമതിയുടെ സുതാര്യമായ ഒരു അളവുകൾ തന്നെയാണല്ലോ. അപ്പോൾ അഴിമതിയിൽ 1ാം സ്ഥാനത്താണ് എന്ന് ആ RTI അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 2016-17 കാലഘട്ടങ്ങളിൽ 2ാം സ്ഥാനത്തിരുന്ന റവന്യൂ വകുപ്പ് 2023 അല്ല അതിനുശേഷം അത് 1ാം സ്ഥാനത്തേക്ക് എത്തി അഴിമതിയുടെ കാര്യത്തിൽ എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാറിലെ ഭൂമി കയ്യേറ്റം, രവീന്ദ്രൻ പട്ടയം, ഇതൊക്കെ ഒഴിപ്പിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? മൂന്നാറിൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് 3 സീനിയർ ഉദ്യോഗസ്ഥരെ അവിടുത്തെ കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിക്കാൻ വേണ്ടി വളരെ ധീരമായ ഒരു തീരുമാനം. അന്ന് ഇന്ത്യ ഒട്ടാകെ മാത്രമല്ല വിദേശത്ത് വരെ അതിൻ്റെ വിഷ്വൽസ് വലിയൊരു തലക്കെട്ടോടുകൂടി പോയിരുന്നു. കാരണം വളരെ കാര്യക്ഷമമായ ഒരു മന്ത്രിസഭ, അതിന് നേതൃത്വം നൽകുന്ന അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം സർക്കാരിൻ്റെ ഭൂമികൾ ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു. അതിന് സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു IAS ഓഫീസറുടെ നേതൃത്വത്തിൽ രാജു നാരായണസ്വാമി, ഋഷി, അങ്ങനെയൊക്കെ 3 പേരെ അങ്ങോട്ട് കൊടുക്കുകയും
അപ്പോൾ അതിന് പല ആക്ഷേപങ്ങളുണ്ടായപ്പോഴത്തേക്കും അത് അന്ന് പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, പൂച്ചയുടെ നിറം നോക്കേണ്ട കാര്യമില്ല, പൂച്ച എലിയെ പിടിച്ചാൽ പോരുക, പണി ചെയ്തുന്നുണ്ട്, അവൾ പണി ചെയ്യുന്നുണ്ട് എന്നൊക്കെ അച്യുതാനന്ദൻ അന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. ഏകദേശം അന്ന് വളരെ വിഷ്വലൊക്കെ നല്ലതായിരുന്നു. ഈ JCB കൊണ്ട് ഉള്ള കെട്ടിടങ്ങളൊക്കെ അനധികൃതമായിട്ടുള്ള എല്ലാം ഇടിച്ച് നിരപ്പാക്കുന്നവരായിരുന്നു. പക്ഷേ ഏകദേശം ഒരു മാസത്തിനടുത്തെത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഇപ്പോഴത്തെ ഭരണകക്ഷിയായ CPIയുടെ പാർട്ടി ഓഫീസിൽ പോയി തൊട്ടു. ആ CPI എന്ന് പറയുന്ന ഇന്നത്തെ ഭരണകക്ഷിയായ ആ പാർട്ടിയുടെ പാർട്ടി ഓഫീസിൽ പോയി തൊട്ടപ്പോൾ അവിടെ നിന്നു, ഒഴിപ്പിക്കൽ അവിടെ നിന്നു. സ്വിച്ച് ഇട്ടതുപോലെ സ്വിച്ച് ഓഫ് ആക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ 3 ഉദ്യോഗസ്ഥരെ വെച്ച് അച്യുതാനന്ദൻ മന്ത്രിസഭ, LDF തന്നെയാണ് കേട്ടോ, അവരുടെ ഒഴിപ്പിക്കൽ CPIയുടെ പാർട്ടി ഓഫീസിൽ തൊട്ടപ്പം നിന്നു. അപ്പോൾ എന്തുകൊണ്ട് നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഓഫീസർ തൊട്ടു എന്നുള്ളതാണ്. ഓരോ ജില്ലയിലും ഒരു IAS ഓഫീസറാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നയിക്കുന്നത്. എന്നിട്ടും ജനങ്ങൾക്ക് പരാതി കൂടാതെ എന്തുകൊണ്ട് സേവനങ്ങൾ ലഭിക്കുന്നില്ല? ഓരോ ജില്ലയിലും കളക്ടർ റവന്യൂ വകുപ്പിൻ്റെ പ്രതിനിധിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ നവകേരള സദസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും കാസർഗോഡ് മുതൽ എല്ലാ മണ്ഡലങ്ങളും കൂടെ ചുറ്റി നടന്നിട്ടും പരാതികൾ അത്രയും കൂടുതലാണ് ഓരോ ജില്ലയിലും എന്നുള്ളതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിക്ക് തന്നെ ഈ ക്ലിഫ് ഹൗസിൽ സുഖമായിട്ട് നമ്മുടെ പശുവിൻ്റെ പാലൊക്കെ കുടിച്ച് ജീവിക്കുന്നതിന് പകരം ഈ വെയിലും കൊണ്ട് ബസ്സിൽ യാത്ര ചെയ്ത് എല്ലായിടത്തും പോയി ജനങ്ങളുടെ പരാതി കേൾക്കേണ്ടി വന്നു. ജില്ലാ കളക്ടർമാർ റവന്യൂ വകുപ്പിൽ കാര്യക്ഷമമായിട്ട് ആ ജില്ലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിച്ചിരുന്നെങ്കിൽ ഈ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അവരുടെ പണികൾ തിരുവനന്തപുരത്ത് ചെയ്യാമായിരുന്നല്ലോ. അതിന് പകരം ഈ കളക്ടർ പരാതി ഓരോ ജില്ലയിലെ ജനങ്ങളുടെ പരിഹരിക്കേണ്ട ആ കളക്ടറുടെ പണിയും വില്ലേജ് ഓഫീസിൻ്റെ പണിയും താലൂക്ക് ഓഫീസറുടെ പണിയും ഒക്കെ മുഖ്യമന്ത്രി പോയി ചെയ്യേണ്ട ഒരു അവസ്ഥ ഇന്ന് 2023-24 കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം റവന്യൂ വകുപ്പിൻ്റെ ഈ ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും വില്ലേജ് തലത്തിലുമുള്ള ഓഫീസുകൾ അവരുടെ പ്രവർത്തനം ഒട്ടും കാര്യക്ഷമമല്ല. ജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ അവർക്ക് പറ്റുന്നില്ല, സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് നടത്തുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. റവന്യൂ വകുപ്പിന്റെ സ്ഥലമെടുപ്പ് നടപടി സുതാര്യമാണോ? റവന്യൂ വകുപ്പിൻ്റെ ഏറ്റവും സുതാര്യമല്ലാത്ത ഒരു നടപടിയാണ് ഈ സ്ഥലമെടുപ്പ് എന്ന് പറയുന്നത്. റവന്യൂ വകുപ്പാണ് കേരളത്തിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും പദ്ധതികൾക്ക് സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്നോ എടുക്കണമെങ്കിൽ അതിനുള്ള അധികാരപ്പെട്ട ഒരു വകുപ്പ്. അത് മെട്രോ പണിയാൻ വേണ്ടിയിട്ട് എറണാകുളം സിറ്റിയിൽ സ്ഥലം ഏറ്റെടുത്തപ്പോഴുള്ള ആക്ഷേപങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അതുപോലെ പിന്നെ ഈ ട്രിവാൻഡ്രത്തൊക്കെ ടെക്നോ പാർക്ക് പണിതപ്പോൾ അതിൻ്റെ സ്ഥലം ഏറ്റെടുപ്പ്, ഇൻഫോ പാർക്ക്, ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, പൈപ്പ് ഇടുന്നതിന് ഉള്ള സ്ഥലമേറ്റെടുപ്പ്, റോഡ് പണിയുന്നതിനുള്ള സ്ഥലമേറ്റെടുപ്പ്, തുറമുഖം പണിയുന്നതിൽ, എയർപോർട്ട് പണിയുന്നതിനുള്ള സ്ഥലമെടുപ്പ്. അങ്ങനെ സ്ഥലമെടുപ്പ് കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എയർപോർട്ട് പണിയാൻ വേണ്ടി എത്രയോ ഏക്കർ കണക്കിന് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് എത്രയോ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക്, സ്മാർട്ട് സിറ്റി, ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, അങ്ങനെ സ്ഥലമേറ്റെടുപ്പ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയാണ്. അതിന് ലാൻഡ് അക്വസിഷൻ്റെ ചുമതലപ്പെട്ട അതിനുള്ള ഒരു തഹസീൽദാർ അതിനെ ചുമതലപ്പെടുത്തും, അതിനുള്ള വണ്ടി വാഹനങ്ങൾ. അപ്പോൾ അത് പിന്നെ അത് എത്രയാണ് അതിൻ്റെ വില നിശ്ചയിക്കുക, വില കൊടുക്കുക. അപ്പം ഈ വില നിശ്ചയിക്കുന്നതിലും വില കൊടുക്കുന്നതിലും ഒക്കെ ഈ പൈസയുടെ ഇടപാടാണല്ലോ. അപ്പോൾ റവന്യൂ വകുപ്പാണ് ഇതിൻ്റെ അധികാരി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സ്ഥലം ഏറ്റെടുപ്പ് ഒട്ടും സുതാര്യമല്ലാതെ നടക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഈ റോഡിൻ്റെ വേണ്ടി സ്ഥലം ഏറ്റെടുക്കും, അല്ലെങ്കിൽ പൈപ്പ് ഇടാൻ വേണ്ടി സ്ഥലം ഏറ്റെടുക്കും, അല്ലെങ്കിൽ ഇൻഫോ പാർക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിന് വേണ്ടി സർക്കാരിൻ്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുപ്പ് വേണ്ടി വരും. അപ്പോൾ അത് ആരുടെ എടുക്കണം അതിൻ്റെ ഒരു തീരുമാനം, അല്ലെങ്കിൽ ആരുടെ എടുക്കണ്ട അങ്ങനെ ഒരു തീരുമാനം, അതിലൊക്കെ അഴിമതി അല്ലെ സുതാര്യതയില്ലായ്മ ഉണ്ട് എന്നുള്ളത് നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സിൽവർ ലൈൻ പദ്ധതിക്ക് മഞ്ഞക്കുറ്റി ഇട്ടത് വലിയൊരു വിവാദമായല്ലോ. അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ സിൽവർ ലൈൻ പദ്ധതി എന്തിനാണ് നടപ്പാക്കുന്നത് എന്നുള്ളത് തന്നെ അഴിമതിക്ക് വേണ്ടിയിട്ടാണ്. ഒരു 10%, 20% കമ്മീഷൻ കിട്ടിയാൽ നല്ലതാണല്ലോ എന്നുള്ള ഒരു ഇതിലാണ്. അല്ലെങ്കിൽ അത് നടപ്പാക്കേണ്ട ആവശ്യം കേരളത്തിലില്ല. കാരണം അല്ലാതെ തന്നെ മറ്റ് ട്രെയിൻ സംവിധാനങ്ങൾ ഇപ്പോൾ സ്പീഡ് കൂടിയ വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകൾ കേരളത്തിൽ വന്നു കഴിഞ്ഞു. അപ്പം
അത് തന്നെ ആയപ്പോഴത്തേനും മനുഷ്യർക്ക് ഏകദേശം ഒരുവിധം സ്പീഡിൽ തന്നെ കാര്യങ്ങൾ നടക്കും. ഇനിയും സ്പീഡ് കൂടാനുള്ള പരിപാടികൾ റെയിൽവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിൽവർ ലൈൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഴിമതിക്കായിരുന്നു. ഇനി സിൽവർ ലൈന് പദ്ധതിയുടെ എല്ലാവിധ കാര്യങ്ങളും ആകുന്നതിന് മുമ്പ് ഈ മഞ്ഞക്കുറ്റി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പോയത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞക്കുറ്റി വാങ്ങിച്ചത് തന്നെ അഴിമതി ഉണ്ട് എന്നുള്ളത് തമിഴ്നാട്ടിൽ നിന്നോ എവിടെ നിന്നോ കൊണ്ടുവന്നാണ് ഈ കുറ്റികൾ. അപ്പോൾ അതിൽ തന്നെ എത്രയോ കോടികളുടെ അഴിമതി നടന്നു എന്നുള്ളത് അന്ന് അത് വന്നിരുന്നു. ഇനി അന്നും ഈ പറഞ്ഞതുപോലെ ഈ സിൽവർ ലൈൻ പദ്ധതി എതിലേ പോകണം, ആരുടെ സ്ഥലത്താണ് ഏറ്റെടുക്കേണ്ടത്, ആരുടെ സ്ഥലം ഏറ്റെടുക്കണ്ട എന്നുള്ള കാര്യങ്ങളിലും അന്ന് ഈ അഴിമതിക്കുള്ള വകുപ്പുണ്ടല്ലോ. അപ്പോൾ ഈ മഞ്ഞക്കുറ്റി വാങ്ങിക്കൽ, അതിൻ്റെ ലൈൻ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്, അത് എതിലേക്ക് പോകണം, എതിലേക്ക് പോകണ്ട, പിന്നെ അതിൻ്റെ യാത്ര, ഇതിന് സ്ഥലമായിട്ട് കുറേ യാത്രയും പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി അതിൽക്ക് തന്നെ ഒരു അഴിമതി നടത്താൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഒരു നേട്ടം. ഈ കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രിയോട് തന്നെ സിൽവർ ലൈന് ഈ ബഡ്ജറ്റ്, കേന്ദ്ര ബഡ്ജറ്റ് കഴിയുമ്പോഴത്തേനും സിൽവർ ലൈന് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേനും കേന്ദ്ര റെയിൽവേ മന്ത്രി തന്നെ പറയുന്നു അതിനെപ്പറ്റി എനിക്കറിഞ്ഞൂടെ, കേരളത്തിൽ നിന്നും അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു ശുഷ്കാന്തിയോ പ്രത്യേകിച്ചൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ അന്ന് മഞ്ഞക്കുറ്റിക്കുള്ള പൈസയൊക്കെ പോക്കറ്റിലായി. അതിനുശേഷം ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ അതിൻ്റെ പോക്ക്. ഹാരിസൺ മലയാളം ഭൂമി കയ്യേറ്റം എന്തുകൊണ്ട് തീരുന്നില്ല? ഈ ഹാരിസൺ മലയാളത്തിൻ്റെ ഒരു 2 കേസുകൾ ഞാൻ വിജിലൻസിൽ ADGP ആയിരുന്ന സമയത്തുണ്ടായിരുന്നു. അന്ന് വിൻസെൻ്റ് പോൾ ആയിരുന്നു അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അന്ന് ഹാരിസൺ മലയാളത്തിൻ്റെ ഈ വലിയ സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട കുറേ വലിയ ആൾക്കാർ അന്നത്തെ ഡയറക്ടറെ വിൻസെൻ്റ് പോളിനെ കാണാൻ വന്നപ്പോൾ അപ്പം എന്നെയും വിളിച്ചിരുന്നു ആ ഒരു മീറ്റിങ്ങിന്. അപ്പോഴാണ് ഈ ഹാരിസൺ മലയാളം പറഞ്ഞ കേസ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ആ കേസ് തിരുവനന്തപുരത്തെ ഒരു യൂണിറ്റാണ് നോക്കുന്നത്. അപ്പോൾ ആ യൂണിറ്റ് എന്നോടും കൂടെ അത് നോക്കണമെന്ന് പറഞ്ഞു, ആ യൂണിറ്റും കൂടെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫയൽ നോക്കിയപ്പോൾ ഈ പണ്ട് കാലത്ത് തമിഴിൽ എഴുതിയ ഏതോ ഒരു ഡോക്യുമെൻ്റ്, അത് നമ്മുടെ വളരെ പ്രഖ്യാപനായ നമ്മുടെ പയസ് കുര്യാക്കോസ് എന്ന് പറയുന്ന പിന്നീട് ലോകായുക്തയായ അദ്ദേഹമാണ് ഇത് നോട്ടീസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ആധാരമോ സാധനമോ ഡോക്യുമെൻ്റോ എന്താണെന്നുള്ളതൊന്നും ഇതുവരെ ഒരിടത്തും ഇല്ല. പക്ഷേ ഈ പയസ് കുര്യാക്കോസ് എന്ന് പറയുന്നത് പിന്നീട് ലോകായുക്തയായ ജഡ്ജായ അദ്ദേഹം വക്കീലായിരുന്ന സമയത്ത് ഒരു ഡോക്യുമെൻ്റ് നോട്ടീസ്, അതാണ് അവരുടെ കാതലായ ഒരു ആധാരം. അപ്പോൾ ഈ പയസ് കുര്യാക്കോസ് എന്ന് പറയുന്ന ജഡ്ജി ആയിരുന്ന ആൾ വക്കീലായിരുന്നപ്പോൾ നോട്ടറൈസ് ചെയ്ത് കൊടുത്ത ആധാരം ശരിയാണോ ഇല്ലയോ എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും ഇതിൻ്റെ സൂപ്പർവിഷൻ, മേൽനോട്ടം ഞാൻ വേണ്ട എന്ന് അന്ന് പിന്നെ എല്ലാവരും കൂടെ തീരുമാനിച്ചു. പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഈ ഹാരിസൺ മലയാളത്തിൻ്റെ കേസ് ഹൈക്കോടതി വന്നപ്പോഴത്തേക്കും, ഹൈക്കോടതിയിൽ അറിയാമല്ലോ ഹാരിസൺ മലയാളം വലിയ പണക്കാരായതുകൊണ്ട് വലിയ പണം കൊടുത്തിട്ട് വക്കീലന്മാരെ, സീനിയർ വക്കീലന്മാരൊക്കെ വെച്ച് അവർക്ക് വാദിക്കാം. സർക്കാരിന് വേണ്ടി വാദിച്ചൊരു വക്കീലുണ്ടായിരുന്നു, വളരെ കാര്യക്ഷമമായിട്ട് വാദിച്ചൊരു വക്കീൽ, ഒരു ലേഡി വക്കീൽ. ആ വക്കീലിനെ മാറ്റിയത് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. ഹാരിസൺ മലയാളത്തിൻ്റെ കേസ് ന്യായമായിട്ടും സത്യസന്ധമായിട്ടും വാദിച്ച് സർക്കാരിന് വേണ്ടി വാദിച്ച ഒരു വക്കീലിനെ സർക്കാർ മാറ്റിയെങ്കിൽ അതെന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഹാരിസൺ മലയാളം കേസ് ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത്? ഭൂമി തരംതിരിക്കൽ ഈ റവന്യൂ വകുപ്പിന് ഒരു അധിക പണിയല്ലേ? ഭൂമി തരംതിരിക്കൽ എന്ന് പറയുന്നത് ഈ 2008 ഈ തണ്ണീർത്തടം ഈ നെൽവയൽ നിയമം വന്നതിന് ശേഷമാണ് അതൊരു വലിയൊരു പ്രശ്നമായത്. കാരണം എല്ലാവരും ഇനി ഈ നെൽപ്പാടം വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അതിനെയൊക്കെ നികത്തി കരഭൂമിയാക്കുക, അതൊക്കെ നിലമാണോ കരയാണോ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ 2 ലക്ഷത്തോളം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ RDOയ്ക്കാണ് അതിൻ്റെ ഒരു അധികാരമുള്ളത്. അതായത് ഒരു വീട് വെക്കണമെങ്കിൽ 10 സെൻറ്റ് പഞ്ചായത്തിൽ കൊടുക്കാം, അല്ല 5 സെൻറ്റ് അല്ലാത്ത കൊടുക്കുക. അത് RDO ആണ് ചുമതലപ്പെടുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് അത് ഡെപ്യൂട്ടി കളക്ടറോ ഡെപ്യൂട്ടി തഹസിൽദാരോ അങ്ങനെ ഏതോ കുറച്ചുകൂടി ലോവർ ലെവലിലെ ഒരു അതോറിറ്റിയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞൊരു ബില്ല് ഗവർണറുടെ അടുത്തേക്ക് അയക്കുകയും ഗവർണർ ഒപ്പിടാതെ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അത് തരംതിരിക്കൽ എന്ന് പറയുന്നത് ഭൂമി ഈ പാടം നികത്താൻ പാടില്ല നിയമമുണ്ടല്ലോ. അപ്പോൾ ഈ പാടം നികത്തി അതെല്ലാം കരയാക്കണം. കാരണം പാടത്തിന് വിലയില്ല. ഇപ്പം പാടം എന്ന് പറഞ്ഞിട്ടൊരു ബാങ്കിൽ ഒരു ലോണിന് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പാടമാണോ ഒരു പൈസ പോലും ഒരു ബാങ്കും തരത്തില്ല. കാരണം ഒരു വിലയുമില്ലാത്തൊരു സാധനമായിട്ട് ഈ പാടം മാറിയത് ഈ 2008 ആ നിയമം കൊണ്ടാണ്. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യരെന്ത് ചെയ്യും? അതിനൊക്കെ നികത്തി കരയാക്കാൻ നോക്കും. അതാണ് ഈ തരംതിരിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് നടക്കാത്തതിന് പേര് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ ഒരു കേസ് വന്നു. ഇവിടെ ഒരു സ്ത്രീ മുളവുകാടോ മറ്റോ, എനിക്ക് 85 വയസ്സായി, എനിക്കൊരു വീട് വെച്ച് താമസിക്കുന്ന ആഗ്രഹമുണ്ട്, ഇത്രയും കാലമായിട്ട് ഇവരത് തരം മാറ്റി തന്നിട്ടില്ല, ഒരു 10 സെൻറ്റ്
എനിക്ക് കരയാക്കി തരണം. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു യെസ്, 85 വയസ്സായ ഒരു സ്ത്രീയുടെ കാര്യം നമ്മൾ നോക്കണം, അതുകൊണ്ട് കരയാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിടേണ്ടി വന്നു. 10 സെൻറ്റ് കരയാക്കി കൊടുക്കാൻ വേണ്ടി തരംതിരിവെന്ന് പറയുന്നത്. ഈ തരംതിരിവ് അധിക പണിയാണ്, തീർച്ചയായിട്ടും ആണ്. അതേസമയം അതിനു വേണ്ടിയുള്ള തസ്തികകൾ അടുത്ത കാലത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. 181 പുതിയ ക്ലർക്കുമാരുടെ തസ്തിക സൃഷ്ടിച്ചു. ഈ തരംമാറ്റത്തിന് വേണ്ടി മാത്രമായിട്ട് 220 വാഹനങ്ങൾ കരാറടിസ്ഥാനത്തിൽ വാടകയ്ക്കെടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ സർവേയർമാർ 121 മറ്റോ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഈ തരംമാറ്റത്തിന് വേണ്ടി മാത്രമായിട്ട് സർക്കാർ അധിക തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട്, അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധിക പണിയാണെന്നുള്ളത് കറക്റ്റാണ്. അതേസമയം അധിക തസ്തികകളും ആ ജോലി ചെയ്യാൻ വേണ്ടി സർക്കാർ ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിൽ ഇപ്പോൾ അഴിമതി കുറഞ്ഞോ? റവന്യൂ വകുപ്പിൽ അഴിമതി കുറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് 2016-17 കാലഘട്ടത്തിലെ കേരള ആന്റി കറപ്ഷൻ ഇൻഡെക്സിൽ അവർ 2ാം സ്ഥാനത്തായിരുന്നത്. അടുത്ത കാലത്ത് RTI അനുസരിച്ച് അവർ 1ാം സ്ഥാനത്ത് എത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പോൾ റവന്യൂ വകുപ്പിൽ അഴിമതി കുറഞ്ഞിട്ടില്ല. പക്ഷേ അഴിമതി കുറഞ്ഞിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് 2013 ജനുവരിയിൽ അവർ ടോൾ ഫ്രീ നമ്പർ പുതുതായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അഴിമതി എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചോ എന്ന് പറഞ്ഞ് 2023 ജനുവരിയിലാണ് ടോൾ ഫ്രീ നമ്പർ തുടങ്ങി. അതിനു മുമ്പൊന്നും അങ്ങനെ ഒരു വകുപ്പില്ലായിരുന്നു. 2023 ജൂൺ മാസം ആകുമ്പോഴത്തേന് പ്രത്യേക പോർട്ടലും അവർ തുടങ്ങി, പരാതി എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൽകാമെന്ന് പറഞ്ഞു. അപ്പോൾ റവന്യൂ വകുപ്പ് അഴിമതിയിൽ 1ാം സ്ഥാനത്ത് ആണ് എന്ന് തിരിച്ചറിവ് വന്ന ശേഷം കഴിഞ്ഞ വർഷം 2023 പ്രത്യേക ഒരു ടോൾ ഫ്രീ നമ്പറും പ്രത്യേക ഒരു പോർട്ടലും ഈ അഴിമതി അവസാനിപ്പിക്കാൻ എന്നുള്ള പേരിൽ അവർ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഗിമ്മിക്സ് ആണ് എന്ന് നമ്മളിപ്പം ഒരു വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിലോ അല്ലെങ്കിൽ അങ്ങനത്തെ റവന്യൂവിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടത്തുന്ന സ്ഥലത്തൊക്കെ പോയാൽ നമുക്ക് മനസ്സിലാവും ഈ ദൈനംദിന കാര്യങ്ങളിൽ ഇതൊന്നും ഇല്ല, ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. കാരണം ഇവിടെയൊക്കെ പരാതി അയച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ആ പരാതി ഇവരുടെ തന്നെ സീനിയർ ഉദ്യോഗസ്ഥർക്കാണ് അത് അന്വേഷിക്കാൻ കൊടുക്കുന്നത്, റവന്യൂ വകുപ്പിൽ തന്നെ. അപ്പോൾ ഈ റവന്യൂ വകുപ്പ് മൊത്തത്തിൽ അഴിമതി ഇല്ലാതാക്കണമെങ്കിൽ റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, അതിൻ്റെ താഴോട്ടുള്ളവർ, ജില്ലാ കളക്ടർമാർ, താലൂക്ക് തഹസീൽദാർ, ഇങ്ങനത്തെ കക്ഷികളൊക്കെ സൂപ്പർവൈസറി മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അതിൻ്റെ മുകളിലൊരു മന്ത്രിയുണ്ട്, റവന്യൂ മന്ത്രി ഉണ്ടല്ലോ. റവന്യൂ മന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസ് വരെ അഴിമതി ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ ഈ മേൽനോട്ടം വഹിക്കുന്ന ആൾക്കാർ നാട്ടുകാരുടെ ഈ പരാതി അവരാണ് അന്വേഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? വില്ലേജ് ഓഫീസിന് തീയിടുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഈ മനുഷ്യരുടെ ഒരു നിസ്സഹായാവസ്ഥ കേരളത്തിൻ്റെ ഭരണം മൂലം അതാണ് ഈ വില്ലേജ് ഓഫീസ് തീയിടുന്നതിൻ്റെ കാരണം. 2016 വെള്ളറുടെ പഞ്ചായത്തിൽ ഒരു മനുഷ്യൻ പോയി തീയിട്ടതിൻ്റെ കാരണം പോക്കുവരവ് നടത്തി കിട്ടാൻ വേണ്ടി. സാധാരണ അയാളുടെ ഒരു അവകാശമാണ് ഒരു സ്ഥലത്തിന് പോക്കുവരവ് വില്ലേജ് ഓഫീസ് ചെയ്ത് കൊടുക്കുക. പക്ഷേ അയാളെ ഒരു 4 പ്രാവശ്യം നടത്തിച്ചു. അയാൾ അതിൻ്റെ പേരിൽ ഈ പറഞ്ഞ റവന്യൂ വകുപ്പിൽ തന്നെ സീനിയർ ഉദ്യോഗസ്ഥർക്ക് പരാതി അയച്ചു, മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു. മുഖ്യമന്ത്രിക്കും പരാതി അയച്ചിട്ടും ഒരു ഗുണവും കിട്ടാതെ അത്രയും ഒരു നിസ്സഹായാവസ്ഥ ആണ് മനുഷ്യർ ഇന്ന് എന്നുള്ളതാണ് അവസ്ഥ. അപ്പം നിസ്സഹായാവസ്ഥയിലായ മനുഷ്യർ അവർ അവസാനം എന്ത് ചെയ്യുക? ഈ ജനാധിപത്യമാണല്ലോ, ഈ ഓഫീസ് കൊണ്ട് മനുഷ്യർക്ക് ഒരു പ്രയോജനം കിട്ടുന്നില്ല, അല്ലെ പൈക്കൂലി കൊടുത്താൽ മാത്രമേ നടക്കത്തുള്ളൂ. എന്നാൽ പിന്നെ ഓഫീസ് വേണ്ട എന്നുള്ള ഒരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് 2016 വെള്ളറ പോലീസ് സ്റ്റേഷനിൽ തീ വെച്ചതായാലും നല്ല കാര്യമല്ല, അതൊരു കുറ്റകൃത്യമാണ്, എന്നാൽ പോലും ഒരു സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്. മനുഷ്യർ നിസ്സഹായരാണ്. ഈ ഭരണം എന്ന് പറയുന്നത് അഴിമതിയിൽ മൂടി നിൽക്കുകയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിൽ ഈ ഭരണസ്ഥിരാകേന്ദ്രമായ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയിൽ അതുപോലെ തന്നെ തീ വെച്ച ഒരാൾ, അവിടുത്തെ താലൂക്ക് ഓഫീസ് തീ വെച്ചതും ഏതോ ഒരു ഫണ്ട് കിട്ടാതെ താമസിച്ചതും അയാളെ ഇങ്ങനെ കുറേ നടത്തിയപ്പോഴത്തേനും അയാളെ താലൂക്ക് ഓഫീസും തീ വെച്ചു. അപ്പം ഈ വില്ലേജ് ഓഫീസും താലൂക്ക് ഓഫീസും ഒക്കെ തീ വെക്കുന്നത് മനുഷ്യരുടെ നിസ്സഹായാവസ്ഥയാണ്. ഭരണക്കാർ സാധാരണ മനുഷ്യരുടെ കാര്യങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ അഴിമതിയാണ് ഇവിടുത്തെ പ്രധാന മുഖ്യമായ കാര്യം എന്നുള്ളത് കൊണ്ടാണ് തീവെപ്പ് ഒക്കെ നടക്കുന്നത്. വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ് ഈ ലെവലിലൊക്കെ റവന്യൂ വകുപ്പിനെ കാര്യക്ഷമമാക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക? ഈ വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, അതുപോലെ കളക്ട്രേറ്റ് ഒക്കെ റവന്യൂ വകുപ്പിൻ്റെ ഓഫീസുകളാണല്ലോ. അതൊക്കെ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 2012 സേവനാവകാശ നിയമം ഉണ്ടല്ലോ. അപ്പോൾ സേവനാവകാശ നിയമങ്ങളിൽ ഓരോ സർട്ടിഫിക്കറ്റ് നൽകുന്നത് എത്ര ദിവസത്തിനകം നൽകണം? 15 ദിവസത്തിനകമോ അല്ല 30 ദിവസത്തിനകമോ നൽകണം. ആ സേവനാവകാശ നിയമം അതിൻ്റെ റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നടപ്പാക്കിയാൽ തീർച്ചയായിട്ടും
റവന്യൂ വകുപ്പിലെ അഴിമതി കുറേയധികം കുറയ്ക്കാൻ പറ്റും. റവന്യൂ വകുപ്പ് കുറച്ചുകൂടെ കാര്യക്ഷമമാകും. സാധാരണ മനുഷ്യർക്ക് ഈ പൂക്കരവും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളും അങ്ങനത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ സർവേ നടത്തി കിട്ടാനും ഒക്കെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് നടപ്പാക്കാൻ പറ്റും. അപ്പോൾ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് താല്പര്യമുള്ള ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായാൽ ഈ റവന്യൂ വകുപ്പിലെ അഴിമതി, അതുപോലെ കാര്യക്ഷമതയില്ലായ്മ, സമയത്ത് കാര്യം കിട്ടാതിരിക്കുക, അതൊക്കെ അന്ന് തീരും. ഇതുവരെ റവന്യൂ വകുപ്പിൽ ഏതെങ്കിലും ഈ സേവനാവകാശ നിയമം അനുസരിച്ച് ഒരു സമയത്തൊരു കാര്യം ചെയ്തില്ലെങ്കിൽ 500 രൂപ പിഴയടപ്പിക്കണമെന്നുണ്ട്. അതൊരു ശിക്ഷയായിട്ടാണ് ആ ഉദ്യോഗസ്ഥന്. അപ്പോൾ ഇതുവരെ റവന്യൂ വകുപ്പിൽ സമയത്തൊരു കാര്യം ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് 500 രൂപ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് പിഴയിട്ടതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ആ നിയമം നടപ്പാക്കിയാൽ തീർച്ചയായിട്ടും കുറേയധികം ഗുണം ചെയ്യും. അതിനുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഈ നിസ്സഹായരായ ജനങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുക. ഒരുപാട് നന്ദിയുണ്ട് സാർ. ഇന്ന് നമുക്ക് റവന്യൂ വകുപ്പിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് അറിയാൻ സാധിച്ചു. വിജിലൻസിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.